ഇപ്പം എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്തൊരു ഫ്രണ്ടാണ് ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഇടാതെ ഞാൻ എവിടെയും ഇറങ്ങില്ല. ബിക്കോസ് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടുന്നൊരു കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. കോൺഫിഡൻസ് മാത്രമല്ല, ലിപ്സ്റ്റിക്ക് കാരണം കൊണ്ട് എൻ്റെ ചുണ്ട് ഫുള്ളും കറുത്തുണങ്ങി കരിവാളിച്ച് പോയി. അപ്പോൾ ഞാനീ പറയുന്ന കാര്യം ഗേൾസിന് കുറേ റിലേറ്റബിൾ ആയിരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും പകുതി സാധനം വയറ്റിലോട്ട് പോകും. പിന്നെ ചില സമയത്ത് വയറുവേദനയും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് യൂസ് ചെയ്താലും ഈ പിഗ്മെൻറ്റേഷൻ വന്നിരിക്കും. അത് നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ലിപ്സ്റ്റിക്കിൽ അത് പുറത്തിറങ്ങാൻ നമുക്ക് തോന്നൂല. സോ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി ഞാനൊരു സാധനം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡായി നിൽക്കുമായിരുന്നു നമ്മുടെ ഫ്ലിക്സ് ബ്രാൻഡിൻ്റെ ലിപ് ബാം. സോ അതിനകത്ത് SPF 50 ഉണ്ട്. ആൻഡ് അതിനകത്ത് കോജിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുമെന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഇത് 1 വീക്കിൽ റിസൾട്ട് തരുമെന്നൊക്കെ അവർ പറയും. പക്ഷേ എനിക്കിതൊക്കെ ഒരു മാസം യൂസ് ചെയ്തപ്പോഴാണ് ഈ മൈൽഡായിട്ടുള്ള എൻ്റെ ചുണ്ടിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറി ചെറുതായിട്ടൊന്ന് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ലോങ് ടേമിന് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷേ 1 വീക്ക് റിസൾട്ടൊന്നും കിട്ടില്ല. ഇൻഗ്രീഡിയൻസ് വൈസ് ഓക്കെയാണ്. പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ലിപ്പ് ഡ്രൈ ആയി പോകും. 1 അവറേ ലാസ്റ്റ് ചെയ്യുള്ളൂ, അതിൽ കൂടുതലൊന്നും ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെയാണ്, പക്ഷേ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് വയറൊക്കെ വേദനിക്കുന്നുണ്ട്. ഓവറോൾ പ്രോഡക്റ്റ് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ മറക്കരുത്.